ഉപദ്രവിക്കുന്ന ഒരു ഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. ഇപ്പോൾ നമ്മളുടെ അവസ്ഥ, നമ്മൾ ഏത് രീതിയിൽ വന്നു എന്നും എന്താണ് നമ്മുടെ അവസ്ഥ എന്നും നേരെ ചൊവ്വേ വസ്ത്രം ഇടാൻ പോലും പറ്റുന്നില്ല. നേരെ ചൊവ്വേ വസ്ത്രം ഇടാൻ പോലും ഒരു വൃത്തികെട്ട തരംതാഴ്ന്ന ഭരണസമിതിയാണ് ഇന്ന് തിരുവനന്തപുരം UDFിന്റെ കൗൺസിലർമാർ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുകയായിരുന്നു. വനിതകളടക്കമുള്ള കൗൺസിലർ മിനിറ്റ്സ് ബുക്ക് ഒപ്പിടുമ്പോൾ ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ആഭാസിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനിതാ കൗൺസിലർമാർ പിച്ചിൽ ചിന്തിക്കുകയും കൗൺസിലർമാരെ അടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വനിതകളെ അടിക്കാൻ അവകാശം ആരും കൊടുത്തിട്ടില്ല. നമ്മളാരും ഓടി അവർക്കൊന്നും നേരമല്ല, അവർക്ക് ആരാണെന്ന് നേരമുള്ളത് ഇവിടുത്തെ കൗൺസിലർമാര്, നമ്മുടെ ചേച്ചിമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ UDFിന്റെ വനിതകളെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ വിദ്യാഭ്യാസ കമ്മിറ്റി എന്ത് വിദ്യാഭ്യാസമാണ്? വിദ്യാഭ്യാസത്തിനാണ് സ്ത്രീകളെ അടിക്കുകയാണ് അവിടെ വിദ്യാഭ്യാസ കമ്മിറ്റി. അതുകൊണ്ട് നമുക്ക് നമ്മൾ കുഴപ്പമൊന്നുമില്ല. അത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ പെൺകുട്ടികളാണ് സ്ത്രീകളെയാണ് അടിക്കുന്നത്. അങ്ങനെ നോക്കി നമ്മൾ പറ്റത്തില്ല. താങ്കളെ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നോ? താങ്കളെ മർദ്ദിക്കാൻ ശ്രമം ഉണ്ടായോ? എന്നെ നിങ്ങൾ കണ്ടതല്ലേ? അറ്റൻഡൻസ് രജിസ്റ്റർ ഇവരെ മനഃപൂർവ്വം നമ്മൾ ഒപ്പിട്ടപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിൽ നിന്നെടുത്തു. ഇന്നത്തെ ഷോ മൊത്തം കാണിച്ച അറ്റൻഡൻസ് രജിസ്റ്റർ റെഡിയാണ്. പിന്നെ UDF കൗൺസിലർമാർ അടിക്കുകയാണ്. കൗൺസിലർ ആ ചോദിക്കുന്നത് എന്റെ ജനത്തിന് ചേട്ടാ തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടോ? നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ പോലെ അറ്റൻഡൻസ് ബുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. BJP കൗൺസിലർമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവിടെ നിന്ന് വന്നാ അടിക്കുന്നേ. അപ്പൊ ആരാണ് ഇവിടെ കയ്യാങ്കളിയിൽ മുന്നോട്ട് നിൽക്കുന്നത്? ഇതൊക്കെ ശരിയാണോ? അത് പുണ്യമായ ഈ ഹാളില് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇവിടെ കയ്യാങ്കളിയാണ്. അത് ഭരണസമിതിയാണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ ഈ പകർച്ചവ്യാധികൾ പടർന്നു പഠിക്കുന്ന ഈ സാഹചര്യത്തിൽ കയ്യാങ്കളി വളരെ നിഗൂഢമായി അവർ തീരുമാനിച്ച് ചർച്ച ചെയ്ത് വന്നതാണ്. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടെ 400ഓളം വിഷയങ്ങളുള്ളപ്പോൾ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല.